എന്തൊക്കെ തരം മനുഷ്യന്മാരാ ദൈവമേ. അറക്കൽ ചാറ്റ്, അതെ 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 അതെ. ബാലനൊക്കെ OLX ഇട്ടിരുന്നു. ബാലനൊക്കെ വിറ്റുപോയി. ബാലന് ആദ്യത്തെ 2 ദിവസം ഓടിച്ചപ്പോഴേ മനസ്സിലായി ഇത് പിടിക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ. സൈറ്റിൽ ഇപ്പൊ ഫുള്ളി ഇൻഡിവിജ്വലി പ്ലേയേഴ്സിന്റെ അടക്കം അപ്ഡേറ്റഡ് ആട്ടോ. എനിക്ക് സൈറ്റേ ലോഡ് ആവുന്നില്ല. ആണോ? എനിക്ക് സൈറ്റേ ലോഡ് ആവുന്നില്ല. എനിക്ക് ടൂർണമെന്റ് എന്നുള്ളത് കാണിക്കുന്നില്ല അതിനകത്ത്. ടൂർണമെന്റ് നോ ടൂർണമെന്റ് ഫൗണ്ട്, നോട്ട് ഇനഫ് ഡേറ്റ ടു ലോഡോ എന്തോ ഇങ്ങനെയൊക്കെ കാണിക്കുന്നു എനിക്ക്. എന്താ എടുക്കണ്ടേ ഇതിനകത്ത്? ഞാൻ ഒന്ന് നിക്ക് ഞാൻ സ്ക്രീൻ ഷെയർ അല്ല, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്ത് തരാം. ഇത് നോക്കിയേ. ഇതില് ഗ്രൂപ്പ് സി ഓൾ ഗ്രൂപ്പ് സ്റ്റാൻഡിങ് റാങ്കിങ് കണ്ടോ? ലൈവ് ടൂർണമെന്റ് ലൈവ് റാങ്കിങ് ടോപ്പില് റാങ്കിങ് കണ്ടോ? പോയി. ഗ്രൂപ്പ് സിയിൽ കറന്റ്ലി മാസാണ് ടോപ്പ് നിൽക്കുന്നത് വിത്ത് 65 പോയിന്റ്സ്. ആൻഡ് അതുപോലെ നോക്കിയാൽ RZ7 ആണ് തൊട്ട് താഴെ നിൽക്കുന്നത് 48 പോയിന്റോടുകൂടി RZ7. ആൻഡ് എൽ ക്ലാസിക്കോ 24 പോയിന്റ്. സോ എൽ ക്ലാസിക്കോക്ക് അത്യാവശ്യം ഒരു ഡീസന്റ് മാച്ച് ഉണ്ടെങ്കിൽ ഈ കളി ക്വാളിഫൈ ആവാം. ആൻഡ് എലൈറ്റ് സ്ക്വാഡാണ്, ഇവർ 4 പേരായിരിക്കും ക്വാളിഫൈ ആവുന്നത് ഇതുപോലെ തന്നെ പോയിന്റ് ടേബിൾ മുന്നോട്ട് പോയാൽ. ആൻഡ് ഗ്രൂപ്പ് ഡി നോക്കുകയാണെങ്കിൽ KVA വിത്ത് 53 പോയിന്റ്, TBS വിത്ത് 49 പോയിന്റ്, തൊട്ട് പുറകിലെത്തിയിട്ടുണ്ട് KVയുടെ. AS Roma വിത്ത് 30 പോയിന്റ് ആൻഡ് ഉഷ്ണമൂല വിത്ത് 23. സോ ഈ കറന്റ്ലി ഈ 4 ടീമായിരിക്കും ഗ്രൂപ്പ് ഡിന്ന് ക്വാളിഫൈ ആവാൻ പോകുന്നത്. ഏറ്റവും കൂടുതൽ പോയിന്റ് സെക്യൂർ ചെയ്തത് മാഫിയാണ്, 97 പോയിന്റ്. ഇതാർക്കും ഇതുവരെ പൊട്ടിക്കാൻ പറ്റിയിട്ടില്ല. 97 പോയിന്റ് സെക്യൂർ ചെയ്ത് മാഫിയാണ് ടൂർണമെന്റിൽ ടോപ്പ് നിൽക്കുന്ന ടീം എന്ന് പറയണത്. ഓക്കെ, എല്ലാരും വന്നോ? 93. ഓക്കെ, 93. 1 മിനിറ്റ് കൂടെ എക്സ്ട്രാ കൊടുക്കാം. 1 മിനിറ്റ് കൂടെ, ലാസ്റ്റ് 1 മിനിറ്റ്. കയ്യുവാനില് 2 പേര്, പിന്നെ സെനിനില് 2 പേര്. അവന്മാര് ഈ ടൂർണമെന്റ് കളിക്കാൻ വേണ്ടിട്ടല്ലേ അവർക്ക് പേരുള്ള ഒട്ടും അവൈലബിൾ അല്ലല്ലോ. എൽ ക്ലാസിക്കോ വീണ്ടും ഫുൾ സ്കോഡ് ഇല്ലാതെയാണ് കളിക്കുന്നത്. എൽ ക്ലാസിക്കോയ്ക്ക് വീണ്ടും ഫുൾ സ്കോഡ് ഇല്ല, 9 പേരെ വെച്ചിട്ടാണ് അവർ കളിക്കുന്നത്. നമുക്ക് നോക്കാം. ആൻഡ് സെക്കൻഡ് ലാസ്റ്റ് മാച്ച് ഓഫ് ദ ഡേ. ആൻഡ് ഗ്രൂപ്പ് സിയുടെ ലാസ്റ്റ് മാച്ച് ആണിത്. ഗ്രൂപ്പ് സിയുടെ ലാസ്റ്റ് മാച്ച്. പോയോ? സംസാരിക്കാൻ എന്തെങ്കിലും പറഞ്ഞോ? ഞാൻ നീ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നു. സോ സെക്കൻഡ് ലാസ്റ്റ് മാച്ച് ഓഫ് ദി ഡേ നമുക്ക് നോക്കാം. സോ ഈഗിൾ എക്സ് എക്സലൻസ് റാംപേജ് GTA 5 PvP ടൂർണമെന്റിന്റെ സെക്കൻഡ് ഡേയിലെ സെക്കൻഡ് ലാസ്റ്റ് മാച്ച് ആണ്. ആൻഡ് ഗ്രൂപ്പ് സിയുടെ ലാസ്റ്റ് മാച്ച് ആണ് ഇന്ന്. അപ്പൊ നമുക്ക് നേരെ മാച്ചിലോട്ട് പോവാം. സോ ഈ ഒരു മാച്ചില് ക്ലാസിക്കോയ്ക്കും എല്ലാവർക്കും കുറച്ച് പോയിന്റുകൾ സെക്യൂർ ചെയ്താൽ മാത്രമേ അവർക്ക് ക്വാളിഫൈ ആവാൻ പറ്റത്തുള്ളൂ. സോ നമുക്ക് എന്തായാലും നോക്കി നോക്കാം. സോ നോക്കുകയാണെങ്കിൽ നമ്മുടെ മാസും RC7 ഒക്കെ ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ഗ്രൂപ്പാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഇനി ആ ഒരു 3rd, 4th, 1st, 2nd ഒക്കെ ടേബിൾ മാറുമോ നമുക്ക് കണ്ടറിയാം. ലെറ്റ്സ് സീ. സോ എല്ലാവരും അവരുടെ പൊസിഷനിലോട്ട് ഇറങ്ങുന്നുണ്ട്. ഇപ്പോ ഇനി ഈ മാച്ചില് മാസും RC7 അവിടെ ആ ഒരു ഡോമിനേഷൻ വീണ്ടും അതുപോലെ തന്നെ കൊണ്ടുപോവോ, അതോ വേറെ ടീമൊക്കെ ഈ അവരുടെ മിസ്റ്റേക്ക് ഒക്കെ അവർ പഠിച്ചിട്ട് അത് മിസ്റ്റേക്ക് മാറ്റി ഈ കളി അവർ ഡോമിനേറ്റ് ചെയ്യുമോ നമുക്ക് കണ്ടറിയാം. ലെറ്റ്സ് സീ. ഇനി എന്തായാലും ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി തന്നെ ആയിരിക്കും എല്ലാവരും കളിക്കുന്നത്. ഒരു എമർജൻസി ഉണ്ട്, ഒരു കാര്യമുണ്ട്. ജസ്റ്റ് ഒന്ന് മ്യൂട്ട് ചെയ്യോ? ലൈവ് ഒരു കാര്യം പറയാനാ. അയ്യോ, മ്യൂട്ട് ചെയ്യാൻ ജസ്റ്റ് ഓഡിയോ മൈക്ക്
സോ ഗൈസ് നമുക്ക് ലാസ്റ്റ് നടന്ന മാച്ചില് AS റോമ എന്ന് പറയുന്ന ടീം മെറ്റയാണെന്നുള്ള പ്രൂഫ് നമ്മൾ പൊക്കിയിട്ടുണ്ട്. സോ POV സബ്മിറ്റ് ചെയ്യാൻ പറയുന്ന സമയത്ത് അവന്മാർക്ക് ബാക്കിയുള്ളവന്മാർക്ക് POV സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇതാക്കുന്നില്ല. അതുകൊണ്ട് കുണ്ടച്ചികളെ കളിക്കണ്ട, ഇറങ്ങിക്കോ. ഇത്രയും പേര് മര്യാദയ്ക്ക് കളിക്കുന്ന ഒരു ടൂർണമെന്റിൽ നിനക്കൊന്നുമായിട്ട് വേണ്ടിയിട്ട് ഒരു അണ്ടിയും ചെയ്തു തരാൻ പറ്റത്തില്ല. കഴിവില്ലേ, കളിക്കാൻ നിൽക്കരുത്. ടൂർണമെന്റിൽ നിന്ന് ഇറങ്ങിക്കോ. താല്പര്യമില്ല നിന്നെയൊക്കെ കളിപ്പിക്കാൻ. ഓക്കെ. സോ അപ്പം അവരെ നമ്മൾ ആദ്യത്തെ ടീമിനെ നമ്മൾ ഇവിടുന്ന് കിക്ക് ഓഫ് ആക്കി കളയുന്നുണ്ട്. AS റോമ എന്ന് പറയുന്ന ടീമിനെയാണ് നമ്മൾ കിക്ക് ചെയ്യുന്നത്. അതിനകത്ത് പ്ലേയേഴ്സ് ഞാൻ കാണിച്ചു തരാം. പ്ലേയേഴ്സിനെ കൂടെ എല്ലാവർക്കും അറിയണമല്ലോ, എന്നാലല്ല ആ ഒരു ഇത് വരത്തുള്ളൂ. AS റോമ നിക്ക് ഞാൻ കാണിച്ചു. അതുപോലെ എൻ്റെ POVയുടെ സൗണ്ട് അവരുടെ അകത്തുനിന്ന് ലീക്ക് ആവുന്നുണ്ടായിരുന്നു. അതും ഇതാക്കി. അതുകൊണ്ട് നമ്മളെടുത്ത് കളയുവാണ് ടൂർണമെന്റിൽ നിന്ന്. AS റോമ, സൈറക് F7W, ഡാർക്ക്, അതുപോലെ ഫിലിപ്പോസ്, ഗെറ്റ് 00731, റോണി, വാൻഡോട്ട്, വസൻ, അപ്പോളോ GT, പിനു ഗോഡ്, ഡെസോ, ഫീൻ ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് അർണോൾഡ് ഷോ, ഇറ്റാച്ചി. ഇത്രയും പേര് എക്സലാൻഡിസിൽ ഏതെങ്കിലും ഗ്യാങ്ങിൽ കളിക്കുന്നുണ്ടെങ്കിൽ എക്സലാൻഡിസിൽ ഇനി കളിക്കാൻ പറ്റത്തില്ല. മെറ്റടിച്ച് കളിച്ചു നോക്കി. മെറ്റടിച്ച് കളിച്ചിട്ട് POV സബ്മിറ്റ് AS റോമ മറ്റേ POV സബ്മിറ്റ് ചെയ്യാൻ വരുന്നപ്പോ പറഞ്ഞല്ലോ. അപ്പൊ ഇത്രയും പേര് എക്സലാൻഡിസിൽ ഏതെങ്കിലും ഗ്യാങ്ങിൽ കളിക്കുന്നുണ്ടെങ്കിൽ മറന്നേക്കുക. അതുപോലെ ഇനി ഒരു സ്ലോട്ട് എക്സലാൻഡിസിൽ കിട്ടുകയില്ല. ഓക്കെ. സോ അവിടെ നോക്കുകയാണെങ്കിൽ KC versus ES ആണ് നടക്കാൻ ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ഒരു സെക്കൻഡ് ഗൈസ്, ഇവിടെ ആള് വന്നിട്ടുണ്ട് കേട്ടോ. ലോഡ് RSL7ന്റെ ഒരു പ്ലെയർ ഇവിടെ എത്തിയിട്ടുണ്ട്. ബ്രോ മാച്ച് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം പ്ലീസ്. ഹലോ ബ്രോ, മാച്ച് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. കൊള്ളായിരുന്നു. ഇതുവരെ കളിച്ചതില് കുറച്ചുകൂടെ നല്ല പോലെ എല്ലാം സെറ്റ് ആക്കിയ ഒരു ടൂർണമെന്റ് ആയിരുന്നു. നേരത്തെ കലാശക്കൊട്ട് പോലത്തെ കളിച്ചിട്ടുണ്ട്, പക്ഷെ എന്നാലും കുറച്ചുകൂടെ നിന്റെ ലോഡ് ഫ്ലാക്കോ പേരിട്ട് എനിക്ക് മനസ്സിലായില്ലടാ. കൊള്ളായിരുന്നു. ഇതുവരെ കളിച്ചതില് കുറച്ചുകൂടെ എല്ലാം സെറ്റ് ആയിരുന്നു. മറ്റേതൊക്കെ എന്തെങ്കിലുമൊക്കെ ബഗ് വരൂല്ലേ, ഇത് പ്രത്യേകിച്ച് ഒന്നും ഇല്ലായിരുന്നു. മറ്റേ ടെസ്റ്റില് മാത്രം ഉള്ളായിരുന്നു എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നിട്ടുള്ളതേ. കൊള്ളായിരുന്നു ഫുള്ളി. ഇൻഗെയിം നെയിം ആണ് അത് ഇട്ടേക്കുന്നത്, ലോഡ് ഫ്ലാക്കോ. അല്ല, ഫുൾ സെറ്റ് ആയിരുന്നു. ഫ്ലഫിയാണോ IGL ടീമിന്റെ? എങ്ങനെ കേട്ടില്ല? ഫ്ലഫിയാണോ IGL ടീമിന്റെ? അതെ, അങ്ങനെയൊക്കെ നമ്മളെന്നെ പറയുന്നത് ശരിയല്ലല്ലോ. ഓക്കെ. എന്തായാലും കൺഗ്രാറ്റ്സ്. നിങ്ങളുടെ സ്ട്രാറ്റജി എന്തായിരുന്നു ഫ്ലഫി ഈ മാച്ചിന്റെ? കൊല്ലി അത്രേ ഉള്ളൂ, അല്ലാണ്ട് പ്രത്യേകിച്ച്. അല്ല, നിങ്ങൾ വലത്തോട്ട് ഓടിയിട്ട് പിന്നെ തിരിഞ്ഞ് ഇടത്തോട്ട് ഓടുന്ന കണ്ടായിരുന്നു. അപ്പൊ എന്താണ് നിങ്ങൾ അവിടെ എങ്ങനെ IQ കിക്ക് ആയതാണ്? ഇങ്ങനൊന്നും ചോദിക്കില്ല. 10 മിനിറ്റില്ലേ കളി തുടങ്ങാൻ എടുത്തത്? ശരി, ബൈ. ബ്രാവോ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ചോദിച്ച് അവന് ഇല്ലാണ്ടാക്കണം, മനസ്സിലായോ? അടുത്ത റൗണ്ട് വരാൻ ടൂർണമെന്റ് സ്ട്രെസ്സിൽ തന്നെ ഇരിക്കും. അപ്പൊ ബ്രാവോന്റെ ചോദ്യം തൊട്ട് എനിക്ക് തന്നെ സ്ട്രെസ് ആയി പോയി. ബ്രോ അണ്ണ ഒരു 500 കിക്ക് പോയിന്റ്സ് അർജുൻ ബ്രോ, താങ്ക് യു സോ മച്ച്. അതുപോലെ JC12 താങ്ക് യു സോ മച്ച്. അത് 1 ഈഗിൾ ഗെയിമിംഗ് സബ്സ്ക്രിപ്ഷൻ, താങ്ക് യു സോ മച്ച്. പറഞ്ഞോളിയാ. അല്ല, നമ്മൾ ഇടയിൽ കയറി നമുക്ക് പുതിയൊരാൾ വന്നിട്ടുണ്ടല്ലോ. നമുക്ക് ഇവിടെ ഒരാളെ വന്നാൽ യൂസ് ചെയ്യണമെന്നല്ലേ പറഞ്ഞേ. ബ്രാവോ കുറച്ച് മാച്ചസ് ഇവിടെ ഇല്ലായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഓവറോൾ ടൂർണമെന്റ്, ടീമിന്റെ പെർഫോമൻസുകൾ എല്ലാം ഒന്ന് പറയണേ പ്ലീസ് ഒന്ന് പറയണേ. അത് കളി കണ്ടാലല്ലേ പറയാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഇന്നലെ വെച്ച് കണ്ട് നല്ല അടിപൊളിയായിട്ട് കളിയെല്ലാം പോകുന്നുണ്ടായിരുന്നു. മാച്ചസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട്. അതെന്താ അങ്ങനെ ഒരു സംസാരം? അതെന്തിനാ ഇന്നലത്തെ വെച്ചിട്ട് ഇന്നത്തെ പറഞ്ഞു? അതെന്ത് സംസാരമാ അത്? എങ്ങനത്തെ മനസ്സിലായില്ല. ഇന്നത്തെ കാര്യം പറയൂ ബ്രാവോ. മിസ്റ്റർ ബ്രാവോ കണ്ടില്ലല്ലോ ഗോകു, അതുകൊണ്ടല്ലേ പറയാൻ പറ്റാതെ. കണ്ടില്ല. അപ്പൊ ഒരു ഹോസ്റ്റ് ആയ ബ്രാവോ നമ്മുടെ മാച്ചസ്
അപ്പൊ നമ്മുടെ ഈ ടൂർണമെന്റിന്റെ സ്പോൺസറായ നമ്മുടെ സ്വന്തം പരന്തുവാസുവിന്റെ ഫോട്ടോ നമ്മുടെ സ്ക്രീനിൽ കൂടെ ഇപ്പോൾ പോകുന്നതായിരിക്കും. എല്ലാവരും നമ്മുടെ സ്പോൺസറിനെ സ്മരിക്കുക. കാരണം പുള്ളി ഒരുപാട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു ടൂർണമെന്റ് തന്നെ നടത്തിയിരിക്കുന്നത്. ഒരുപാട് പാവപ്പെട്ടവർക്ക് വേണ്ടി ഇത് അതെ, ഒരുപാട് പാവപ്പെട്ടവർക്ക് വേണ്ടി അടിച്ച് എല്ലാണോ അടിച്ച് പിരിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ സ്പോൺസർ ഈ ടൂർണമെന്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് സ്പോൺസറിന് കിട്ടിയോ, സാറ്റിസ്ഫാക്ഷൻ കിട്ടിയോ ബ്രോ? പിന്നെ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ അല്ലേ, ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ. ഒരു നമുക്ക് അടുത്ത മാസം ഒരു സ്പോൺസർ ഒരു ടൂർണമെന്റ് കൂടെ ആയാലോ.